ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. കൂരിക്കുഴി ആക്ഷൻ കൗൺസിൽ വിശകലന സദസ്സ് നടത്തി. കോപ്രക്കളം പഞ്ഞമ്പള്ളി റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ഥലം MLA, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളുമായി കൂരിക്കുഴിയിലെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും പ്രത്യേകം ക്ഷണിക്കപ്പെട്ട വിവിധ രാഷ്ട്രീയ, മത, സാമുദായിക സംഘടനാ പ്രതിനിധികളുമായി റോഡ് വിഷയത്തിൽ വിശകലന സദസ്സ് നടത്തി. റോഡ് കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി ആരംഭിക്കാനും റോഡ് പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിക്കാനുമുള്ള പദ്ധതികളെ പിന്തുണയ്ക്കാനും അതിനായി പരിശ്രമിക്കാനും സ്ഥലം MLA, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ ഉറപ്പു നൽകി. കയ്പമംഗലം MLA വത്സരാജ് വിശകലന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇടപെട്ട് അദ്ദേഹത്തെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞത് അല്പം സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ട്, എന്തായാലും ഞാൻ ആ വർക്കുകൾ നടത്തി തന്നെ കൊടുക്കാം, അധികം വൈകാതെ ഞാൻ ആ വർക്ക് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കുന്നതാണ് എന്നോട് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം ഞാനത് ചന്ദ്രയോട് പറയും ചെയ്തിട്ടതായിട്ട് തോന്നുന്നു ഞാൻ സംസാരിച്ച കാര്യം. പക്ഷെ ഇതുവരെ ഞാൻ വേണം തന്നെ സംസാരിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. പക്ഷെ അതിനെ തുടർന്ന് ഒരു മറ്റു നടപടിയിലേക്കൊന്നും കടന്നിട്ടില്ല. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ പറ്റും. മഴക്കാലമായതുകൊണ്ട് ഈ വർക്കിലേക്ക് വരുന്നതിന് തടസ്സം കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞു വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ സംസാരിച്ചൊരു കാര്യമായതുകൊണ്ട് ആൾക്കാരോട് വിളിച്ച് പറയാൻ ഇങ്ങനെ അല്പം വൈകും, ഇങ്ങനെയാണ് മഴക്കാലമായതുകൊണ്ടാണ്. അപ്പോൾ എഗ്രിമെന്റ് നടപടിയിലേക്ക് കടക്കട്ടെ, ഇതുവരെ വന്നിട്ടില്ല. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ചർച്ചാ നേതൃത്വം നൽകി. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ KK അഫ്സൽ അധ്യക്ഷത വഹിച്ചു. അറിയാവുന്ന ഒരു സംഗതിയാണ്, നമ്മുടെ ഈ കൊപ്രക്കളം പഞ്ഞമ്പള്ളി റോഡ് വളരെ കാലമായി നമ്മുടെ സഭയുടെ നെല്ലിപ്പടി എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതിലാണ് ഇപ്പോൾ ജനങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആക്ഷേപവും പരിഹാസവും കളിയാക്കലുകളും ആരോപണങ്ങളും ഒക്കെ കേൾക്കുന്നത് പരമാവധി സാധാരണ പൊതുപ്രവർത്തകരാണ്. അപ്പൊ ആ നിലയിൽ നമുക്ക് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ബാക്കിയുള്ള ഭാഗത്ത് വെച്ചിട്ടുള്ള ഫണ്ട് വെച്ചുകൊണ്ടായിട്ട് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഈ വലിയ ഒരു മഴക്കാല ഒരു സമയം കഴിഞ്ഞുകൊണ്ട് അതിനെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മണി ഉല്ലാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ബ്ലോക്ക് മെമ്പർ ഷീബ സതീഷ്, വാർഡ് മെമ്പർമാരായ ഷാഹിർ പഴവുംപറമ്പിൽ, നസീമ പുതിയ വീട്ടിൽ, ജിഷ ഉണ്ണികൃഷ്ണൻ, ആക്ഷൻ കൗൺസിൽ ട്രഷറർ ശാന്തൻ കോവിൽ, കോർഡിനേറ്റർ ES സതീശൻ എന്നിവർ സംസാരിച്ചു. സാധാരണ ഉള്ള സഞ്ചാര യോഗമുള്ള രൂപത്തിലുള്ള റോഡ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളുള്ളതും ഇല്ലാത്തതുമായ ഈ നാട്ടില് ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പാർട്ടികളുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ പാർട്ടികളും 7-8 പാർട്ടികളുണ്ട്. ആ പാർട്ടികളും വിവിധ മത സംഘടനകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും അതിന്റെ ഉത്തരവാദപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറിമാര്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഈ കൊപ്രക്കളം മുതൽ പഞ്ഞമ്പള്ളി വരെയുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികൾ, അവര് ഈ പ്രദേശത്തെ എല്ലാ ജനപ്രതിനിധികളും, പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെയുള്ള എല്ലാവരും കൂടിയതാണ് ഈ കമ്മിറ്റി. ജനറൽ കൺവീനർ NK സുരേഷ് സ്വാഗതവും 1-ാം വാർഡ് മെമ്പർ VP ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ TK ഉബൈദു, PV പ്രതാപൻ, PY ബിനാസ്, TM അൻവർ, KS സജീഷ്, കൂരിക്കുഴി മഹല്ല് പ്രസിഡന്റ് സിറാജ് സഖാഫി, PK മുഹമ്മദ്, MD സുരേഷ് മാസ്റ്റർ, ദിവാകരൻ കുറുപ്പത്ത്, PM അബ്ദുൾ റഹ്മാൻ, അബ്ജു തലശ്ശേരി, AM അബ്ദുള്ളക്കുട്ടി, MB ഷാഹുൽ ഹമീദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക.